കൊല്ലത്ത് എന്തായിരുന്നു വികസനം എന്ന ചോദ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും മറുപടിയുമായി UDF. മണ്ഡലത്തിനെ മുഖച്ഛായ മാറ്റിയ 10 വർഷങ്ങൾ എന്ന ആശയത്തിൽ ഇറക്കിയ വികസന രേഖ NK പ്രേമചന്ദ്രൻ MP ലൈവ് അറ്റ് 24x7 എന്ന പേരിലാണ് 62 പേജുള്ള ബുക്ക്ലെറ്റ് പുറത്തിറക്കിയത്. വരും ദിവസങ്ങളിൽ വികസന രേഖ വോട്ടർമാരുടെ കൈകളിലേക്ക് എത്തും. താൻ നടത്തിയ വികസനം തൊട്ടുകാണിക്കാമെന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷും ഇതൊന്നുമല്ല, ജനങ്ങളോട് ചോദിച്ച് അവർക്ക് വേണ്ടത് നൽകുന്നതാണ് വികസനമെന്ന് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും പറയുമ്പോൾ 62 പേജുള്ള വികസന രേഖയുമായി UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും കളത്തിലിറങ്ങി. കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ എന്തുണ്ട് MPയുടെ പേരിലെന്ന വിമർശനങ്ങൾക്കാണ് NK പ്രേമചന്ദ്രന്റെ മറുപടി. വികസന രേഖയിൽ പ്രധാന ഊന്നൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക്. ഒരു പതിറ്റാണ്ടിനിടയിൽ 11,000 കോടി രൂപയിലധികം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് അംഗീകാരം കിട്ടിയെന്നാണ് വികസന രേഖയിൽ പറയുന്നത്. റെയിൽവേ, ദേശീയപാത വികസനങ്ങൾക്കൊപ്പം 2,808 കോടി രൂപയുടെ കടമ്പാട്ടുകോണം തിരുമംഗലം ഗ്രീൻഫീൽഡ് ഹൈവേയും ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ഭരണിക്കാവ് വഴി പുതിയ ദേശീയപാതയുടെ അംഗീകാരത്തിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. 40 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾ മുതൽ ആശ്രാമം ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ചികിത്സാ സൗകര്യവും തപാൽ വകുപ്പിന്റെ സ്പീഡ് പോസ്റ്റ് ഹബ്ബും സ്കൂൾ കെട്ടിടങ്ങളും വികസന രേഖയിലുണ്ട്. ഇതുവരെ ചിലവാക്കിയ തുകകളുടെ കണക്കുകൾ കാണിക്കുന്ന പൂർണ്ണ വിവരങ്ങളും വികസന രേഖയിലുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് 16ാം ലോക്സഭയുടെ കാലയളവിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 2 പേജിൽ ഒതുക്കിയിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ കാലയളവിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായിട്ടുള്ള രൂപമാണ്. MP എന്ന നിലയിൽ പാർലമെന്റിനകത്തും മണ്ഡലത്തിലും പ്രേമചന്ദ്രന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ കഴിയാത്തതിന്റെ അസൂയയിലാണ് എതിരാളികൾ മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. VD സതീശനായിരുന്നു വികസന രേഖ പ്രകാശനം ചെയ്തത്. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ, പാർലമെന്റിനകത്തുള്ള പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാനോ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഒരു തരത്തിലും ആർക്കും കഴിയില്ല, ഒരു ശത്രുക്കൾക്കും കഴിയില്ല. കൊല്ലം മണ്ഡലത്തിൽ 10 വർഷം കൊണ്ട് പ്രേമചന്ദ്രൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കോർത്തിണക്കിയുള്ള ബുക്ക്ലെറ്റ് വരും ദിവസങ്ങളിൽ വോട്ടർമാരുടെ കൈകളിലെത്തും. റിപ്പോർട്ടർ, കൊല്ലം.